നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന 9ാം നാളായ ഇന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള അവസാനവട്ട ചർച്ചയ്ക്ക് ശേഷമാകും പ്രഖ്യാപനം ഉണ്ടാവുക. കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല പക്ഷങ്ങളുടെ വാദങ്ങളും നിരീക്ഷകരുടെ റിപ്പോർട്ടും ഒന്നിച്ച് ചർച്ച ചെയ്താവും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. 3 നേതാക്കളെയും ഘടകകക്ഷികളെയും തീരുമാനം ബോധ്യപ്പെടുത്തിയ ശേഷമായിരിക്കും മുഖ്യമന്ത്രി പ്രഖ്യാപനം. ഘടകകക്ഷികളോട് രാഹുൽ ഗാന്ധി നേരിട്ട് സംസാരിക്കുമെന്നാണ് വിവരം. വി ഡി സതീശനായി ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. എല്ലാവർക്കും സ്വീകാര്യമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് നേതാക്കളുടെ പ്രതികരണം. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് ഇന്ന് അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. പാണക്കാടാണ് യോഗം നടന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി, പി എം എ സലാം, ഇ ടി മുഹമ്മദ് ബഷീർ, എം കെ മുനീർ എന്നിവർ പങ്കെടുത്തിരുന്നു. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച കോൺഗ്രസ് നിലപാടിൽ എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് ചർച്ച ചെയ്യാനായിരുന്നു യോഗം. എടക്കഴിയൂർ സിംഗപ്പൂർ പാലസിന് സമീപം മരണവീട്ടിൽ എത്തിയവർ തമ്മിൽ തർക്കം. ഒരാൾക്ക് വെട്ടേറ്റു. വെളങ്കോട് വടക്കേപ്പുറത്ത് 38 വയസ്സുള്ള മുസ്തഫയ്ക്കാണ് വെട്ടേറ്റത്. ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം. പാലപ്പെട്ടി സ്വദേശിയാണ് ഇയാളെ വെട്ടിയതെന്ന് പറയുന്നു. പരിക്കേറ്റ മുസ്തഫയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേലൂർ പഞ്ചായത്തിലെ തയ്യൂരിൽ നീർത്തടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധം. മഴ പെയ്താൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശത്ത് നീർത്തടം നികത്തുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലാണ് പ്രദേശവാസികളും പൊതുപ്രവർത്തകരും രംഗത്തെത്തിയത്. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം മെയ് 15 തന്നെ പ്രഖ്യാപിക്കും. ചീഫ് സെക്രട്ടറിയുടെ അനുമതി വാങ്ങി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാകും പ്രഖ്യാപനം നടത്തുക. ഇന്നലെ നടന്ന ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത്. 15 തന്നെ ഫലപ്രഖ്യാപനം നടത്തണമെന്ന് അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും സമാന അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നു. ഇന്ന് നടക്കുന്ന പരീക്ഷാ ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്ത തീരുമാനം അംഗീകരിക്കും. പ്രഖ്യാപനം വൈകിയാൽ പ്രവേശനമടക്കം തുടർ നടപടികളെ ബാധിക്കുമെന്ന് സംഘടനകൾ വ്യക്തമാക്കിയിരുന്നു. പോർക്കുളം പഞ്ചായത്ത് നടത്തുന്ന പരിപാടികളിൽ നിന്നും പ്രതിപക്ഷാംഗങ്ങളെ ഒഴിവാക്കിയെന്ന് ആരോപിച്ച് പ്രതിഷേധം. പഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 ലക്ഷത്തോളം രൂപ ചെലവിട്ട് നടത്തുന്ന വനിതകൾക്കുള്ള യോഗ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷാംഗങ്ങളെ ക്ഷണിച്ചില്ലെന്നാണ് ആരോപണം. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മറന്നുപോയി എന്നാണ് പ്രസിഡന്റ് നൽകിയ മറുപടിയെന്നും പറയുന്നു. പ്രസിഡന്റ് തന്നിഷ്ടപ്രകാരവും ഏകപക്ഷീയവുമായാണ് പല പരിപാടികളും നടത്തുന്നതെന്നും പ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി. കുടിവെള്ള വിതരണമടക്കം പല പദ്ധതികളും സമയബന്ധിതമായി നടത്താത്തതിലും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ സിന്ധു ബാലൻ അറിയിച്ചു. പുതിയ അധ്യയന വർഷാരംഭത്തിന്റെ ഭാഗമായി ഷെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി നടപ്പിലാക്കുന്ന സ്നേഹപൂർവ്വം കൂട്ടുകാർക്ക് പദ്ധതിയുടെ ഭാഗമായി 1200 വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗ്, നോട്ട് ബുക്കുകൾ അടങ്ങിയ കിറ്റുകൾ സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ തെരഞ്ഞെടുക്കുന്ന കുട്ടികൾക്കാണ് സ്കൂൾ ബാഗും നോട്ടുബുക്കും അടങ്ങുന്ന കിറ്റ് വിതരണം ചെയ്യുന്നത്. വിദ്യാലയങ്ങളിൽ നിന്നും അധ്യാപകർ വഴി തെരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂപ്പൺ വഴിയാണ് ബാഗും നോട്ടുപുസ്തകങ്ങളും വിതരണം ചെയ്യുക. കഴിഞ്ഞ 10 വർഷക്കാലമായി കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ നിർധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സ്നേഹപൂർവ്വം കൂട്ടുകാർക്ക് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 7500ഓളം വിദ്യാർത്ഥികൾക്ക് അധ്യയന വർഷ ആരംഭത്തിന് മുന്നോടിയായി സ്കൂൾ കിറ്റുകൾ ഇതിനകം വിതരണം നടത്തിയിട്ടുണ്ട്. ഈ അധ്യയന വർഷത്തെ സ്നേഹപൂർവ്വം കൂട്ടുകാർക്ക് പദ്ധതിയുടെ കൂപ്പൺ വിതരണ ഉദ്ഘാടനം ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മിത്രാപോലീത്ത കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ എ മൊയ്തീന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ചൊവ്വന്നൂർ BRC ബ്ലോക്ക് പ്രോജക്ട് ഓഫീസർ അനീഷ് ലോറൻസ് ചടങ്ങിൽ സംബന്ധിച്ചു. മെയ് 31 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് രാജീവ് ഗാന്ധി സ്മാരക ടൗൺഹാളിൽ വെച്ചാണ് പഠനോപകരണങ്ങളുടെ വിതരണം നടക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ ലബീബ് ഹസൻ, ഷമീർ ഇഞ്ചിക്കാലയിൽ, സക്കറിയ ചീരൻ, ജിനാഷ് തെക്കേക്കര, CK അപ്പുമോൻ, KV സാംസൺ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വർണ്ണവിലയിൽ വൻ വർധന. ഒറ്റയടിക്ക് കൂടിയത് 10,200 രൂപ. ഒരു പവന് 1,23,120 രൂപയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർശന നിയന്ത്രണ ആഹ്വാനത്തിന് പിന്നാലെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ കൂട്ടിയതാണ് വില വർധനയ്ക്ക് കാരണം. 15% തീരുവ കൂട്ടിയത്. വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കുന്നതിനും രൂപയുടെ മൂല്യം ഉയർത്തുന്നതിനുമാണിത്.
6% ഇറക്കുമതി തീരുവ 15% സർക്കാർ ഉയർത്തിയത്. 10% അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയുടെ 5% അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് സെസ്സും ഉൾപ്പെടെയാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെയുണ്ടായ പ്രതിസന്ധിക്കിടെയാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം വന്നതും കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടക്കുന്നതും. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്വർണ്ണ ഉപഭോക്തൃ രാജ്യമായ ഇന്ത്യയിലെ വർദ്ധിച്ചുവരുന്ന ആവശ്യം കുറയ്ക്കാൻ ഈ നടപടി സഹായിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനും തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയ രൂപയെ ശക്തിപ്പെടുത്തുന്നതിനുമാണ് നടപടി. എന്നാൽ 2024 കുറച്ച നികുതി വീണ്ടും വർദ്ധിപ്പിച്ചത് സ്വർണ്ണക്കള്ളക്കടത്ത് വർദ്ധിക്കാൻ കാരണമാകുമെന്ന വിലയിരുത്തലുമുണ്ട്. ചാലിശ്ശേരിയിൽ വീട്ടുകാരെയും നാട്ടുകാരെയും അത്ഭുതപ്പെടുത്തി പപ്പായ. സാധാരണയായി പപ്പായയ്ക്കുള്ളിൽ കറുത്ത വിത്തുകൾ കാണാറുണ്ടെങ്കിലും ഇവിടെ വിത്തുകളെല്ലാം തഴച്ചു വളർന്ന് പച്ചപ്പാർന്ന മുളകളായി മാറിയ നിലയിലാണ്. CSI പള്ളിക്ക് സമീപം ചീരൻ സോമൻ തൃത്താല ആലൂർ GLP സ്കൂൾ റിട്ടയേർഡ് അധ്യാപിക ശലോമി ദമ്പതികളുടെ വീട്ടിലുണ്ടായ പപ്പായയിലാണ് ഈ വിസ്മയം. സസ്യശാസ്ത്രത്തിൽ ഇതിനെ വിവിപ്പാരി എന്നാണ് വിളിക്കുന്നത്. സാധാരണയായി വിത്തുകൾ പഴത്തിൽ നിന്നും പുറത്തെടുത്ത് മണ്ണിൽ പാകിയാലാണ് മുളയ്ക്കാറുള്ളത്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പഴത്തിനുള്ളിലെ ഈർപ്പവും താപനിലയും അനുകൂലമാകുമ്പോൾ വിത്തുകൾ പുറത്തെത്തുന്നതിന് മുൻപേ മുളയ്ക്കാൻ തുടങ്ങും. പപ്പായയിലും തക്കാളിയിലും ഇത്തരം പ്രതിഭാസങ്ങൾ അപൂർവമായി സംഭവിക്കാറുണ്ട്. കുന്നകുളം നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച നിയമസഭാംഗം AC മൊയ്തീന് കല്ലുംപുറത്ത് സ്വീകരണം നൽകി. വിവിധ സംഘടനകൾ MLAയെ ഹാരാർപ്പണം നടത്തി. മതവർഗീയവാദത്തോടും ഭീകരവാദത്തോടും വർഗീയവാദത്തോടും സന്ധിയില്ലാത്ത പോരാട്ടം അഖിലേന്ത്യാ തലത്തിലും കേരളത്തിലും നടത്തിയാണ് ഇടതുപക്ഷം മുന്നോട്ടു പോകുന്നതെന്നും കേരളത്തിന്റെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുവാൻ ഒരുമിച്ച് മുന്നോട്ടു പോകേണ്ടി വരുമെന്നും AC മൊയ്തീൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിവിധ നേതാക്കൾ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 15,390 രൂപ, പവന് 1,23,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 320 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.